ഒരു സംരംഭകനാകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒരു ജോലിക്ക് ശ്രമിച്ചാലും ജോലിക്ക് സാധ്യതകൾ നമ്മുടെ എക്സ്പീരിയൻസിനും എക്സ്പോഷറും അനുസരിച്ചിട്ട് ഇവിടെ കുറവായപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ ഒരു സംരംഭകൻ എന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഇവിടെ നിന്നുകൊണ്ട് അതിനൊരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യലി അത്ര എളുപ്പമല്ല. അപ്പോൾ ഞാൻ എൻ്റെ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഇത്രയും നാളത്തെ ജോലി ചെയ്ത ആ ഒരു മേഖലയിൽ ഉള്ള പ്രാവീണ്യം വെച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പം ഞാൻ ചില പ്രൊഡക്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഓട്ടോമൊബൈൽ മേഖലയിലുള്ള ആഫ്റ്റർ മാർക്കറ്റ് അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചു. പ്രൊഡക്റ്റും കസ്റ്റമറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഒരു ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു ലൊക്കേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിന് വന്നു പോകാനായിട്ടുള്ള ആക്സസ് ഉള്ള മെയിൻ റോഡുകളാണ് നമ്മൾ നോക്കുക. അപ്പം ആ ലൊക്കേഷൻ ഓക്കെ ആവണമെന്നാണ് ഫസ്റ്റ്. അപ്പോൾ ഇതിപ്പം ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു ഫ്രാഞ്ചൈസി ഇടുന്ന ആളെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പം അതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ട ബാങ്ക് ലോൺ അറേഞ്ച് ആകാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം ഫിനാൻസ് അറേഞ്ച് ആവും. കാരണം നമുക്ക് അതിൻ്റെ ഒരു ബിസിനസ് മോഡലും ഫിനാൻഷ്യൽ മോഡലും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്വൈസ് ചെയ്യുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഒരു ഹൈ ഇൻകം ബിസിനസ്സും കൂടെയാണ്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹൈ ഇൻകം. ടേണിംഗ് പോയിന്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒട്ടനവധി മൾട്ടിനാഷണൽ കമ്പനികളിലും വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഒടുവിൽ അതെല്ലാം മതിയാക്കി കേരളത്തിൽ വന്ന് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത ഒരാളുടെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യൂറോഡെഫ് എന്ന സ്ഥാപനത്തിൻ്റെ സാരഥിയായിട്ടുള്ള മിസ്റ്റർ പ്രമോദ് കുമാറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. നമസ്കാരം. ആദ്യമായിട്ട് സാറ് എവിടെയാണ് ജനിച്ചത്, എന്താണ് പഠിച്ചത്, എല്ലാം ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ? എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിലെ വാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ പഠിച്ചത് വാഴൂർ ഗവൺമെൻറ് സ്കൂളിലാണ്. അവിടെ നിന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരി SB കോളേജിൽ. അതിനുശേഷം എൻജിനീയറിങ് RIT ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് കോട്ടയം പാമ്പാടിയിലുള്ള, അവിടെ നിന്ന് എൻജിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആയിരുന്നു. അത് പഠിച്ച് പിന്നെ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം വന്നു. അങ്ങനെ ബാംഗ്ലൂരും പൂനെയിലും പിന്നെ കുറച്ച് നാൾ വിദേശത്തും ഒക്കെ ആയിട്ട് ജോലി ചെയ്ത് പിന്നെ തിരിച്ച് നമ്മൾ ഇപ്പോൾ നാട്ടിൽ എത്തി ഒരു സംരംഭം ഒക്കെ തുടങ്ങി. അങ്ങനെ ഇപ്പം സംരംഭകനായിട്ട് ഇവിടെ തുടരുന്നു. ഓക്കെ. ഈ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഹൈ പെയ്ഡ് ആയിട്ടുള്ളൊരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈ സാലറിയുടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംരംഭകനാകാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? ശരിക്കും നമ്മൾ ഇപ്പോൾ എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ MNCകളിൽ ജോലി കിട്ടുക, വിദേശത്ത് പോവുക, സെറ്റിലാകുക, കംഫർട്ടബിൾ ലൈഫ് അല്ലേ നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നും കേരളത്തിൽ നിന്ന് ഒത്തിരി പേര് പോയിക്കൊണ്ടിരിക്കുന്നത് കംഫർട്ടബിൾ ലൈഫിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും ഒരു പൊസിഷൻ ത്യജിച്ചിട്ട് ഇങ്ങനെ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു വ്യക്തമായിട്ടൊരു വിഷൻ ഉണ്ടാവും അല്ലേ? എന്താണ് സാറിൻ്റെ വിഷനും ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന്? നമ്മളൊരു കംഫോർട്ട് സോണാണ് നമ്മൾ വിദേശത്ത് പോകുക എന്ന് പറയുന്നത് അല്ലേ? കാരണം നമ്മൾ ഫിനാൻഷ്യലി നോക്കിയാലും പിന്നെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് എടുത്താലും ഇന്ന് പുതിയ ജനറേഷൻ എല്ലാവരും വിദേശത്തേക്ക് സെറ്റിലാകുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കൂടുതലും അധികവും 99% പുറത്ത് സെറ്റിലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്കൊരു തിരിച്ച് ചിന്തിക്കാനൊരു കാരണം, അത് നേരത്തെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിട്ടല്ല, പക്ഷേ ജോലി ചെയ്ത് പല മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വർക്ക് ചെയ്തപ്പം വിദേശത്തൊക്കെ പോയപ്പം എനിക്ക് നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമുക്ക് ഉള്ള ഒരു നമ്മുടേതായിട്ടുള്ള കോർ കോമ്പിറ്റൻസീസ്, അത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ആക്ച്വലി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ശരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ അതേപോലെ
ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം ഈ റിസോഴ്സസ് ഒക്കെ ഇവിടെ ഉള്ളപ്പം നമ്മൾ വിദേശത്ത് പോയി ആ കൺട്രിയെ അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമുക്കപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ളതും പിന്നെ ബാക്കിയുള്ള ഇവിടെയുള്ള പല ഇപ്പം നമ്മളെടുത്ത ലേബർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലേബേഴ്സ് നല്ല സ്കിൽഡ് ലേബേഴ്സാണ് അല്ലേ. അതേപോലെ ടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവർ കൂടുതലും ഹയർ പൊസിഷനിലിരിക്കുന്നവർ ഇന്ത്യക്കാർ തന്നെയാണല്ലോ. അതെ അതാ. അപ്പം ആ ഒരു ഇൻ്റലക്ച്വൽ സൈഡിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യക്കാർ മികച്ചു നിൽക്കുന്ന മേഖല അതാ. പക്ഷെ അവർ പോയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറെ എക്കണോമിയിലേക്കാണ്. സോ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് ഗുണം ഉണ്ടാവണമെങ്കിൽ ഇവിടെ നിന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത്. ഒരു സംരംഭകനാകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒരു ജോലിക്ക് ശ്രമിച്ചാലും ജോലിക്ക് സാധ്യതകൾ നമ്മുടെ എക്സ്പീരിയൻസിനും എക്സ്പോഷറും അനുസരിച്ചിട്ട് ഇവിടെ കുറവായപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ ഒരു സംരംഭകൻ എന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ മേഖല എന്ന് പറയുന്നത് എൻജിനീയറിംഗ് മേഖലയാണല്ലോ. ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ്. അപ്പോൾ ആ മേഖലയിൽ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനോ മാനുഫാക്ചർ ചെയ്താലോ അത് എന്ത് പ്രൊഡക്റ്റ് ചെയ്യും എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലുള്ള OEMs അല്ലെങ്കിൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സിന് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്ത കമ്പനികൾ പല രാജ്യങ്ങളിലും നമുക്ക് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് ഈ ഒരു സപ്ലൈ ചെയിൻ്റെ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റികളാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അതിനൊരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഇനിഷ്യലി അത്ര എളുപ്പമല്ല. അപ്പോൾ ഞാൻ എൻ്റെ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഇത്രയും നാളത്തെ ജോലി ചെയ്ത ആ ഒരു മേഖലയിൽ ഉള്ള പ്രാവീണ്യം വെച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പം ഞാൻ ചില പ്രൊഡക്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഓട്ടോമൊബൈൽ മേഖലയിലുള്ള ആഫ്റ്റർ മാർക്കറ്റ് അല്ല അതിൻ്റെ സാധ്യതകൾ കുറിച്ച് പഠിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ യൂറോഡെഫ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിയത്. അതിനു മുമ്പേ ഒരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തു. ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു മാർക്കറ്റിലുള്ള സാധ്യതകൾ പഠിച്ചിട്ട് അതിനോടൊപ്പം പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയാണ് ഞാൻ നോക്കിയത്. യൂറോഡെഫിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ യൂറോഡെഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ വാഹനങ്ങളിൽ പുതിയതായിട്ട് എമിഷൻ നോംസ് BS6 അല്ലെങ്കിൽ യൂറോ 6 സ്റ്റാൻഡേർഡ്സ് വന്നപ്പം ആ എമിഷൻ നോംസിന് മീറ്റ് ചെയ്യണമെങ്കിൽ ഈ സെപ്പറേറ്റ് ഒരു സംവിധാനം വാഹനങ്ങളിലുണ്ട്. അതായത് ഈ അന്തരീക്ഷത്തിന് ഹാനികരമായിട്ടുള്ള ഗ്യാസസിനെ ഡീകമ്പോസ് ചെയ്യുന്നൊരു പ്രോസസ്സ്, അത് SCR ടെക്നോളജി എന്ന് പറയും, സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ഡോസിങ് സംവിധാനം എക്സോസ്റ്റിൽ പുറത്തേക്ക് വരുന്ന എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നും ബേൺ ചെയ്ത് വരുന്ന എക്സോസ്റ്റിനെ ഒരു ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ വഴി അതിൻ്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസസിനെ ഡീകമ്പോസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ഡോസിങ് സിസ്റ്റം ഉണ്ട്. എക്സോസ്റ്റിനെ ക്ലിയർ ചെയ്യുന്ന ഒരു സിസ്റ്റം, അതിൻ്റെ ഒരു പമ്പ്, അതിൻ്റെ ഈ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് എന്നാണ്. അപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ മാനുഫാക്ചറിങ് നമ്മളിവിടെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ആ ബ്രാൻഡ് നമ്മൾ യൂറോഡെഫ് എന്നുള്ള പേരിലാണ് നമ്മൾ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ അതിൻ്റെ കേരളത്തിലെ ആദ്യത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തു 2018. അപ്പോൾ അതിന് ശേഷം ഇപ്പം നമ്മൾ 4 വർഷമായിട്ട് നമ്മൾ അത്യാവശ്യം എല്ലാ സെഗ്മെൻറ്റ് ഓഫ് മാർക്കറ്റിലും പ്രൊഡക്റ്റ് എത്തുകയും അത് പിന്നെ വാഹനങ്ങൾ കൂടുതൽ BS6 എമിഷൻ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഹൈവേകളിൽ നമ്മളതിൻ്റെ ഡിസ്പെൻസിങ് പമ്പുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനൊരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും അല്ലേ, ചലഞ്ചസ് ഉണ്ടാകും നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ സാർ ഫേസ് ചെയ്ത പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും ഏതൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമുക്ക് പിന്നെ അതിനകത്തൊരു
പ്രത്യേകത ഇപ്പം നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളൊരു എൻട്രി ബാരിയർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതായത് നമുക്ക് ആ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ളൊരു ബാരിയർ. അപ്പം ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു കോമൺ മാൻ ലെവലിൽ ചിന്തിക്കുമ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഒരു FMCG പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഒരു ബേക്കറി ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ചെയ്യാം. അപ്പം നമ്മൾ ഈ എൻജിനീയറിംഗ് മേഖലയിലുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ അതിന് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ നോഹവും അതിൻ്റെ കോർ കോമ്പറ്റൻസിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രൊഡക്റ്റുകളും, അപ്പോൾ അതാണ് നമുക്കുണ്ടായൊരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്റ്റേറ്റിൽ നമ്മൾ ഏതൊരു സാധനവും നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്, നമ്മൾ പുറമേ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു സാധ്യതയാണ്. കേരളത്തിൽ ഇപ്പോൾ എത്ര സ്റ്റേഷനുകളുണ്ട് ശരിക്കും? കേരളത്തിൽ നമ്മൾ ഓരോ ഫ്ലീറ്റുകളിലും നമ്മുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫില്ലിംഗ് സംവിധാനങ്ങൾ. കൂടാണ്ട് നമ്മൾ ഹൈവേ സൈഡിൽ നമ്മൾ മെയിനായിട്ടുള്ള മേജർ ഹൈവേ ആക്സസ് ഉള്ള ഇപ്പം സിറ്റികൾ, ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് തൃശ്ശൂർ ഹൈവേ, നമ്മുടെ മേജർ NH അതിൻ്റെ സൈഡിൽ തൃശ്ശൂരും പാലക്കാടും കോഴിക്കോട്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ, അതുപോലെ തെങ്കാശി, സേലം. അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം കർണാടക, തമിഴ്നാടു, ആന്ധ്ര, കേരളം ഈ 4 സ്റ്റേറ്റ് നമ്മൾ നമ്മുടെ ഔട്ട്ലെറ്റുകളും ഒക്കെ ആയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ചലഞ്ച് എന്ന് പറയുന്നത് ഇനിഷ്യലി ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിഫൈ ചെയ്യാനും അതിൻ്റെ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലോ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിലേക്ക് എത്താനായിട്ടുള്ള എന്ത് അറേഞ്ച്മെൻറ്റിലൂടെയാണ് എത്തുക എന്നുള്ളതാണല്ലോ ഒരു ചലഞ്ച്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ പെട്രോളിയം കമ്പനികളാണ് നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്തത്. ഇപ്പം അന്ന് അവർക്കൊക്കെ ഈ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈ പമ്പുകളിൽ, അതായത് IOCയിലും BPSCയിലൊക്കെ പമ്പുകളിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ അവർ പർച്ചേസ് ചെയ്തിട്ട് അവർ വിൽക്കാറുണ്ട്. എങ്ങനെയാണ് ഈ ബിസിനസ് ഇനിയിപ്പോൾ സൗത്ത് ഇന്ത്യ മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് 2 രീതിയിലാണ്. ഒന്ന് ഈ പറയുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനമുണ്ട്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഈ മേഖലയിൽ, ഓട്ടോമൊബൈൽ മേഖലയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. രണ്ടാമത് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ ഓൺ ഫില്ലിംഗ് സ്റ്റേഷൻസാണ്, ഔട്ട്ലെറ്റുകളാണ്. അത് റീറ്റെയിൽ ഔട്ട്ലെറ്റായിട്ട് അത് മേജർ ഹൈവേ ആക്സസ് ആയിട്ടുള്ള ഏരിയകളിൽ ഫ്രാഞ്ചൈസി മോഡലാണ്. അതിന് ഫ്രാഞ്ചൈസി ഓൺ മോഡലുണ്ട്, കൊക്കോ മോഡലും ഫൊക്കോ മോഡൽ എന്ന് പറയും. ഫ്രാഞ്ചൈസി ഓൺ മോഡൽ, മറ്റേത് ഫെസിലിറ്റി കമ്പനി ഓൺ ചെയ്യും, ഫ്രാഞ്ചൈസി അത് ഓപ്പറേറ്റ് ചെയ്യാം. ഏത് തരത്തിലുള്ള ക്ലയൻസിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഫ്രാഞ്ചൈസി ആർക്കും തുടങ്ങാം. ഈ പറയുന്ന പോലെ ഒരു ഹൈവേ സൈഡിൽ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലീസിനെടുത്തിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആർക്കും നമ്മുടെ ഒരു ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയും? ഇവരെ സംബന്ധിച്ച് ഈ പ്രൊഡക്റ്റ് എന്തായാലും അത്യന്താപേക്ഷിതമാണല്ലോ. വാഹനത്തിൽ ഇത് ഇല്ലായെങ്കിൽ വാഹനം നീങ്ങില്ല. ഡീസൽ ഇല്ലാതെ എങ്ങനെ, ഫ്യൂവൽ ഇല്ലാതെ എങ്ങനെ വാഹനം നിൽക്കുന്നു, അതേപോലെ തന്നെ ഇതില്ലാതെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ കട്ട് ഓഫ് ആവും. ഒരു സെൻസർ സംവിധാനമുണ്ട്, കാരണം ഇതില്ലാതെ ഓടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ 50-55 ലിറ്റർ ടാങ്കുണ്ട് വണ്ടികളിൽ. അപ്പോൾ ആ ടാങ്കിൻ്റെ അത് ഒരു റിസർവ് ലെവൽ കഴിയുമ്പം ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പോൾ ഇത് ഫില്ല് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഒരു എസ്പെഷ്യലി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ട്രെയിലർ അല്ലെങ്കിൽ ടിപ്പർ ലോറിയൊക്കെ സംബന്ധിച്ച് അവർക്ക് ദൂരെ യാത്ര ചെയ്യുമ്പം നിയർ ബൈ എവിടെയാണ് അവൈലബിൾ ആകുന്നുള്ളത് നോക്കുക. അപ്പം അവർക്ക് നമ്മുടെ ഫില്ലിംഗ് സ്റ്റേഷൻസ് നമ്മളിതുപോലെ ഗൂഗിൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് സെർച്ച് ചെയ്യുമ്പം നിയറസ്റ്റ് ലൊക്കേഷൻ അറിയാൻ പറ്റും. പിന്നെ അവൈലബിലിറ്റി, ഇപ്പോൾ അവർക്ക് പമ്പുകളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ പെട്രോളിയം കമ്പനികളെക്കാളും കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് വിൽക്കാൻ പറ്റും. കാരണം നമ്മുടെ ഓൺ ഫ്രാഞ്ചൈസികളാണ്. നമുക്ക് പെട്രോളിയം കമ്പനികളെ പോലെ സെൻട്രലി മാനുഫാക്ചർ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് ഓവർഹെഡ്സ് നമുക്ക് കുറവാകുമ്പം നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ പ്രൈസിങ് കൊടുക്കാൻ പറ്റും. അപ്പം ബെറ്റർ ക്വാളിറ്റി അറ്റ് എ ബെറ്റർ പ്രൈസ്, അതാണ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാവുന്ന ഒരു ബെനിഫിറ്റ്. വിദേശ രാജ്യങ്ങളിലും മൾട്ടിനാഷണൽ കമ്പനികളിലെല്ലാം ജോലി ചെയ്ത് അവർ ജോലിക്കാരനായിട്ട് മാറുകയും ഇപ്പോൾ കേരളത്തിൽ വന്നൊരു സംരംഭകനായിട്ട് മാറുമ്പോൾ
നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന മാനസികാവസ്ഥയും ഇപ്പോൾ ഒരു ഓൺടർപ്രണറായിട്ട് ഉള്ളൊരു മാനസികാവസ്ഥയും അത് തമ്മിലുള്ള വ്യത്യാസവും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? അത് ശരിക്കും നമ്മളൊരു എംപ്ലോയർ എന്ന രീതിയിൽ എസ്പെഷ്യലി ഒരു നല്ല MNCകളിൽ പ്ലേസ്ഡ് ആയി കഴിയുമ്പോൾ ഒരു കംഫർട്ടബിൾ ലെവലിൽ നിന്ന് നമുക്ക് ഒരു സംരംഭം എന്ന് പറയുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആണ്. അതിപ്പോൾ ഏത് ലെവലിലായാലും ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ നല്ലൊരു കംഫർട്ടബിൾ ലെവലിൽ നിന്ന് വരുമ്പം നമുക്ക് ജോലി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് സാലറി കിട്ടുന്നു, നമ്മൾ വേറെ ടെൻഷനുകളൊന്നുമില്ല. ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. കാരണം നമ്മൾ നമുക്കൊരു പ്രൊഡക്റ്റിനെ നമുക്ക് സക്സസ് ആക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മുടെ മാത്രമായിട്ട് മാറും അല്ലേ. മറ്റതൊരു ടീം നമ്മൾ ടീമൊക്കെ ഡെവലപ്പ് ചെയ്യുമെങ്കിലും പക്ഷേ അതിൻ്റെ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, മാർക്കറ്റ് എല്ലാം അതൊരു നമ്മൾ പറയുന്ന പോലെ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാവണം ഇല്ലേ. സപ്ലയേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അവരെ ഹാൻഡിൽ ചെയ്യണം, ഫിനാൻസസ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം, പിന്നെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഓപ്പറേഷണൽ ഇഷ്യൂസ്, പിന്നെ ഈ ഓരോ സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ, ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ലേ, പല രീതിയിൽ വരെ. ഇപ്പം നമ്മൾക്ക് ഇപ്പം കേരളത്തിലൊരു സംരംഭം തുടങ്ങുമ്പോൾ ആൾക്കാർ ആദ്യം ചോദിക്കുക വളരെ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചാണ്. തീർച്ചയായിട്ടും യൂണിയൻ ഇഷ്യൂസ് ഉണ്ടാകാൻ പാടില്ലെന്ന് ചോദിക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള ഓരോ ചലഞ്ചസ് ഉണ്ട്, പ്രത്യേകതകളുമുണ്ട്. കേരളത്തിൽ ഞാൻ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി പ്ലസസ് ഉണ്ട് ആസ് എ സ്റ്റേറ്റ്. അത് പക്ഷെ ആരും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമോ അല്ലെങ്കിൽ അതിൻ്റെ റിയൽ ഇഷ്യൂയിലേക്ക് ശരിക്കും ആരും ചിന്തിക്കുന്നില്ല. കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ഡിസ്കംഫർട്ട് സോണാണ് ശരിക്കും പറഞ്ഞ ഒരു പരിധി വരെ ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാവണം, എന്നാലാണ് നമുക്ക് പീസ് ഓഫ് മൈൻഡോടുകൂടി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ? ഫാമിലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. കാര്യം നമ്മൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സംരംഭകനും അല്ലെങ്കിൽ നമ്മളൊരു എസ്പെഷ്യലി ഒരു ജോലിയിൽ നിന്ന് നമ്മൾ സംരംഭത്തിലേക്ക് വരുമ്പം ഒരു കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഫാമിലി എപ്പോഴും ഡിസ്കറേജ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. പക്ഷേ എൻ്റെ ഒരു കേസിൽ കാര്യം എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റി. ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്ക് പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഒരു സംരംഭം കെട്ടിപ്പിടിക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ വരാറുള്ളൂ. പക്ഷേ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും കൺവിൻസ് ചെയ്യണം. നമ്മളിപ്പം എപ്പോഴും എൻ്റെ ഒരു ഞാൻ ഒരു MNCയിൽ വർക്ക് ചെയ്യുമ്പം ഒരു ബോസ് പറഞ്ഞ മാതിരി യുവർ ഫസ്റ്റ് കസ്റ്റമർ ഇസ് യുവർ വൈഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഐഡിയ ആദ്യം സെല് ചെയ്യേണ്ടത് നമ്മൾ ഭാര്യയ്ക്കാണ്. ഷീ ഹാസ് ടു ഗെറ്റ് കൺവേ ചെയ്യുന്നവരിലേക്ക്. അതെ, അപ്പോൾ അവർ കൺവിൻസ് ആയാലേ പിന്നെ നമുക്ക് വേറൊരാളെ കൂടെ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. സോ അതുകൊണ്ട് ഫാമിലി ഈ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. വൈഫും എൻജിനീയറിങ് കഴിഞ്ഞാണ്, കെമിക്കൽ എൻജിനീയറിങ് MTech കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എൻജിനീയറിങ് കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫ്രാഞ്ചൈസിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കുണ്ടാകുന്നത്? ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പം ഒരു ഫെസിലിറ്റേറ്ററാണ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ പ്രൊഡക്റ്റും കസ്റ്റമറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഒരു ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു ലൊക്കേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിന് വന്നു പോകാനായിട്ടുള്ള ആക്സസ് ഉള്ള മെയിൻ റോഡുകളാണ് നമ്മൾ നോക്കുക. അപ്പം ആ ലൊക്കേഷൻ ഓക്കെ ആവണമെന്നാണ് ഫസ്റ്റ്. അപ്പോൾ ഇതിപ്പം ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു ഫ്രാഞ്ചൈസി ഇടുന്ന ആളെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പം അതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ട ബാങ്ക് ലോൺ അറേഞ്ച് ആകാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം ഫിനാൻസ് അറേഞ്ച് ആവും. കാരണം നമുക്ക് അതിൻ്റെ ഒരു ബിസിനസ് മോഡലും ഫിനാൻഷ്യൽ മോഡലും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു ഹൈ ഇൻകം ബിസിനസ്സും കൂടെയാണ്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹൈ ഇൻകം ബിസിനസ്. എന്തെല്ലാം റെസ്പോൺസിബിലിറ്റിയാണ് അവരെ സംബന്ധിച്ച്? ഇപ്പോൾ നമ്മളൊരു പെട്രോളിയം സ്റ്റേഷൻ എങ്ങനെ റൺ ചെയ്യുന്നു, അതൊരു എക്സ്പ്ലോസീവ് പ്രൊഡക്റ്റാണ്. എക്സ്പ്ലോസീവ് ലൈസൻസ് ഒക്കെയുള്ള അപ്പോൾ ഹൈ റിസ്ക്കാണ്. അപ്പം ഇത് സംബന്ധിച്ച് ഇപ്പം നമ്മുടെ ഔട്ട്ലെറ്റിൽ എടുത്ത പലരും ഈ പറയുന്ന പോലെ പമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് എങ്ങനെയാണോ വണ്ടികൾക്ക് ഫ്യൂവൽ അടിക്കുന്ന മാതിരി തന്നെയാണ് ഇതും ഡിസ്പെൻസ് ചെയ്യുന്നത്. അപ്പം
ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മീൻ പെട്ടെന്ന് ബ്രേക്ക് ഈവൻ ആകാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ ഫ്രാഞ്ചൈസി മോഡൽ. അതുകൊണ്ട് ഒത്തിരി എൻക്വയറികളുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ എല്ലാ എൻക്വയറികളും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും സ്റ്റഡി ചെയ്തിട്ട് സ്ട്രാറ്റജിക് ലൊക്കേഷനാണോ, പിന്നെ ചെയ്യുന്ന ആൾക്കുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അയാൾക്ക് നടത്താനുള്ള അയാളുടെ ഒരു പ്രാവീണ്യം, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. യൂറോഡെഫിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? യൂറോഡെഫിന് ആക്ച്വലി ആസ് എ ബ്രാൻഡ് കൂടാതെ ഞങ്ങളുടെ ഈ മാനുഫാക്ചറിങ് അതർ പ്രൊഡക്ട്സുകളും ഉണ്ടല്ലോ. ഓട്ടോമൊബൈലിൽ തന്നെ പോകുന്ന ഒട്ടുമിക്ക പ്രൊഡക്ട്സുകളുണ്ട്. ഫിൽറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ സസ്പെൻഷൻ ഐറ്റംസ്, അങ്ങനെ പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ഇപ്പോൾ ഫ്യൂച്ചറിനെ ഇപ്പം ഈ സപ്പോസ് ഫ്യൂച്ചർ ഈസ് ഹൈഡ്രജൻ വെഹിക്കിൾസ്, ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ. അപ്പം ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിനെ നമ്മൾ ഈ ഇപ്പം സീറോ കാർബൺ എമിഷൻ അല്ലെങ്കിൽ ഡീകാർബണൈസേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഹൈഡ്രജൻ വരുമ്പോൾ ഹൈഡ്രജൻ്റെ ഫില്ലിംഗ് സ്റ്റേഷൻസ് ആയിട്ട് നമ്മുടെ ഔട്ട്ലെറ്റുകളെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിനകത്തുള്ള റിസർച്ച് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഓൾ ഇന്ത്യ നമ്മൾ ഈ പറയുന്ന ഫ്രാഞ്ചൈസി മോഡൽ ഔട്ട്ലെറ്റുകൾ അനദർ 2-3 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് പ്രസൻസ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ. ഒരു ഫ്യൂച്ചർ പ്രൊഡക്റ്റ് കണ്ടെത്തി അത് വളരെ വിജയകരമായിട്ട് സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള കഥയാണ് നമ്മളിന്ന് കേട്ടത്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും പ്രചോദനകരമാവുന്ന കഥയാണ്. അപ്പോൾ ഈ ബിസിനസ് എല്ലാ തരത്തിലും വിജയമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം സാർ. താങ്ക് യു.